അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ചൊവ്വാഴ്ച. ജമ്മു കശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം 3 ഭീകരരെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തി. രാഷ്ട്രീയ റൈഫിൾസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള തെരച്ചിലിൽ ഷോക്കാൽ കെല്ലർ മേഖലയിൽ നിന്നാണ് 3 ഭീകരരെ സൈന്യം വധിച്ചത്. സൈന്യത്തിനു നേരെ ഭീകരർ വെടിയുതിർത്തതിന് പിന്നാലെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 ഭീകരർ കൊല്ലപ്പെട്ടതെന്നാണ് ഇന്ത്യൻ സൈന്യം വിശദമാക്കുന്നത്. മേഖലയിൽ സൈനിക നടപടി തുടരുകയാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇവരിൽ പ്രദേശവാസിയായ ഷാഹിദ് എന്ന ലഷ്കർ എ ഭീകരനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാക് സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള വിള്ളൽ വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷമുള്ള അതിർത്തിയിലെ പ്രകോപനമെന്ന് യുദ്ധതന്ത്രജ്ഞരുടെ നിരീക്ഷണം. വെടിനിർത്തലിനായുള്ള വ്യക്തമായ നിർദ്ദേശം ലഭിച്ച ശേഷവും രാത്രിയിൽ പ്രകോപനം തുടരുന്നതിൽ നിന്ന് പാകിസ്ഥാൻ പൂർണ്ണമായി പിന്മാറിയിട്ടില്ല. പാക് സൈന്യത്തിലെ ഉന്നതതലത്തിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെന്നാണ് സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിലെ അസോസിയേറ്റ് ഫെല്ലോ ആയ അഷുമാൻ വ്യക്തമാക്കുന്നത്. ആദംപൂർ വ്യോമത്താവളത്തിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് വ്യോമസേന ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. വ്യോമത്താവളത്തിലെ സേനാംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂരിനെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. പെഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കേണ്ടതില്ലെന്നും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സർക്കാർ സർവകക്ഷിയോഗം വിളിക്കണമെന്നും NCP അധ്യക്ഷൻ ശരത് പവാർ. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യത്തിന് പിന്നാലെയാണ് പവാറിന്റെ പ്രതികരണം. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ പവാർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെടാൻ പാടില്ലായിരുന്നുവെന്നും സിംല കരാർ അനുസരിച്ച് നമ്മുടെ സ്വന്തം തർക്കങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും പവാർ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂരിൽ 11 സൈനികർ കൊല്ലപ്പെട്ടതായും 78 പേർക്ക് പരിക്കേറ്റതായും വ്യക്തമാക്കി പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂരിൽ കഴിഞ്ഞ ആഴ്ച നേരിട്ട നാശനഷ്ടമാണ് ഒടുവിൽ പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. പാക് സൈന്യത്തിലെ 6 സൈനികരും പാക് വ്യോമസേനയിലെ 5 സൈനികരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സേനയുടെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ആദ്യത്തെ സ്ഥിരീകരണമാണ് ഇത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയിലെ വെബ്സൈറ്റുകളിൽ ലക്ഷ്യമിട്ട് പാക് ഹാക്കിംഗ് ഗ്രൂപ്പുകൾ നടത്തിയത് 15 ലക്ഷത്തിലധികം സൈബർ ആക്രമണങ്ങൾ. എന്നാൽ ഇതിൽ 150 എണ്ണം മാത്രമാണ് വിജയിച്ചതെന്ന് PTI വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. KPCC DCC ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ വിവിധ സ്ഥാനങ്ങളിൽ വർഷങ്ങളായി മാറി മാറി തുടരുന്ന സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണമെന്ന് ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാത്തതിനാൽ കാലാകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസിനു വേണ്ടി ജീവിതം ഹോമിച്ച പാരമ്പര്യവും അർഹതയും യോഗ്യതയുമുള്ളവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. CBSE +2 10ാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു. +2വിൽ 88.39% വിജയം. 99.60% വിജയവുമായി വിജയവാഡ മേഖലയാണ് ഒന്നാമത്. 99.32% വിജയവുമായി തിരുവനന്തപുരം മേഖല രണ്ടാമതെത്തി. 10ാം ക്ലാസ്സിൽ 93.66% വിജയം. 99.66% വിജയവുമായി തിരുവനന്തപുരവും വിജയവാഡയും മേഖലകളിൽ മുന്നിലെത്തി. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം.
സർക്കാർ വകുപ്പുകളിലെ വിവിധ തസ്തികകളിലുള്ള ഒഴിവുകൾ എന്തുകൊണ്ട് നികത്തുന്നില്ലെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു. സർക്കാർ വകുപ്പുകളിൽ നിരവധി ഒഴിവുകളാണുള്ളത്. എന്നാൽ ഇത് സമയത്ത് നികത്തുന്നില്ല. IAS, IPS പോലുള്ള വലിയ തലകൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. KPCC പുനഃസംഘടനയിൽ നേതാക്കൾക്ക് പരിഭവമെന്ന് റിപ്പോർട്ടുകൾ. ഹൈക്കമാൻഡ് വിളിച്ച ചർച്ചയ്ക്ക് മുൻ അധ്യക്ഷന്മാർ ദില്ലിക്ക് പോയില്ല. കെ സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും K മുരളീധരനും ദില്ലി ചർച്ചയ്ക്ക് പോയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിലെ പുതിയ ഭാരവാഹികളെയും മുൻ അധ്യക്ഷന്മാരെയുമാണ് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. അസൌകര്യം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വിളിച്ചറിയിച്ചെന്നാണ് നേതാക്കളുടെ നിലപാട്. സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയക്കാരുടെയും സഹായം ആവശ്യമാണെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഭരണത്തിലിരിക്കുന്നവരുടെയും ഭരണമില്ലാത്തവരുടെയും സഹായം സമസ്തയ്ക്ക് ആവശ്യമാണ്. സമസ്ത ഭിന്നിപ്പിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയല്ല. അനൈക്യമുണ്ടാവാൻ പാടില്ല. വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും തയ്യാറാവണമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. മലപ്പുറം കോട്ടക്കലിൽ നടന്ന SKSSF പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജിഫ്രി തങ്ങൾ. സംസ്ഥാനത്ത് വേനൽ ചൂട് ഏറിവരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് തൊഴിലെടുക്കുന്നവർക്കായി നിശ്ചയിച്ചിരുന്ന ജോലി സമയത്തിലെ സമയ പുനഃക്രമീകരണം മെയ് 30 വരെ നീട്ടിയെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു. നേരത്തെ മെയ് 10 വരെയായിരുന്നു ജോലി സമയം ക്രമീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരുന്നത്. ഇതാണ് 30 വരെ നീട്ടിയത്. വേനലിന്റെ തീവ്രത ഏറിവരുന്ന സാഹചര്യത്തിലാണ് പുതിയ കാലപരിധി നിശ്ചയിച്ചതെന്ന് അറിയിപ്പിൽ പറയുന്നു. ചെന്നൈ പാലക്കാട് എക്സ്പ്രസിൽ മിഡിൽ ബർത്ത് വീണ് യുവതിക്ക് ഗുരുതര പരിക്ക്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടേക്ക് തിരിച്ച 2265 ട്രെയിനിലെ സ്ലീപ്പർ കോച്ചിൽ മിഡിൽ ബർത്താണ് വീണത്. തിങ്കളാഴ്ച ജോളാർപേട്ട് പിന്നിടുമ്പോഴാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ യുവതിക്ക് പ്രാഥമിക ചികിത്സ പോലും ട്രെയിനിൽ ലഭ്യമായില്ലെന്നാണ് യുവതിയുടെ ഭർത്താവ് പ്രതികരിച്ചത്. കണ്ണൂർ പാനൂരിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തി. 2 സ്റ്റീൽ ബോംബുകളാണ് പാനൂരിലെ ചെണ്ടയാടെന്ന പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. പ്രദേശത്ത് കാട് വെട്ടിത്തെളിക്കാനെത്തിയവരാണ് സ്റ്റീൽ ബോംബ് കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ പ്രദേശത്ത് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് ബോംബ് സ്ക്വാഡ് പ്രദേശത്ത് വ്യാപക പരിശോധനയും നടത്തിയതാണ്. നന്ദൻകോട് കുടുംബാംഗങ്ങളായ 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിൽ പ്രതി കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 15 ലക്ഷം രൂപ പിഴയും നൽകണം. പിതാവ് പ്രൊഫസർ രാജ തങ്കം, മാതാവ് ഡോക്ടർ ജീൻ പത്മ, സഹോദരി കരോളിൻ, ജീൻ പത്മയുടെ ബന്ധു ലളിത എന്നിവരെയാണ് കേഡൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്. +2 വിദ്യാഭ്യാസ യോഗ്യത മാത്രമുള്ള തന്നോട് വീട്ടുകാർ കാണിച്ച നിരന്തര അവഗണനയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞു. 4 പേരെയും മുകളിലത്തെ നിലയിലേക്ക് വിളിച്ചുവരുത്തി മഴുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന VR കൃഷ്ണൻ എഴുത്തച്ഛനെയും BJP ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ടുകൾ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ 21ാം ചരമവാർഷിക ദിനമായ ഇന്ന് അനുസ്മരണ സദസ്സ് സംഘടിപ്പിക്കുകയാണ് BJP. സംസ്ഥാനത്ത് നെൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഏർപ്പെടുത്തിയ PRS വായ്പാ സംവിധാനം നിലച്ചിട്ട് 2 മാസമായെന്ന് റിപ്പോർട്ടുകൾ. രണ്ടാം വിളയുടെ സംഭരണത്തിൽ 766.5 കോടിയാണ് കുടിശ്ശിക. വായ്പ ലഭ്യമാക്കാൻ സർക്കാരുണ്ടാക്കിയ ധാരണയുടെ കാലാവധി അവസാനിച്ചെന്ന കാരണം പറഞ്ഞ് ബാങ്കുകൾ പിന്മാറിയതോടെയാണ് പ്രതിസന്ധി. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഉയർത്തിയ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇക്കാര്യത്തിൽ മൌനം പാലിച്ചെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു.
നിഷ്പക്ഷ സ്ഥലത്ത് വെച്ച് ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. പ്രധാനമന്ത്രി രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് സ്ഥിതി ചർച്ച ചെയ്യണം. US കാറുകൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ തിരുവയ്ക്ക് ഇറക്കുമതി ചെയ്യാൻ സമ്മതിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു. വിവാദമായ പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോയമ്പത്തൂർ മഹിളാ കോടതി. 2016 2019 ഇടയിൽ 200ഓളം യുവതികളെ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്ത് നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ച കേസിലാണ് കോയമ്പത്തൂരിലെ മഹിളാ കോടതി വിധി പറഞ്ഞത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമയാന മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം ഏതാണ്ട് അവസാനിച്ചെങ്കിലും വിമാന സർവീസുകൾ പൂർണ്ണമായി പഴയ നിലയിലേക്ക് വന്നിട്ടില്ല. ഇന്നും ചില നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഇൻഡിഗോയും എയർ ഇന്ത്യയും റദ്ദാക്കി. 2 വിമാന കമ്പനികളും സർവീസ് റദ്ദാക്കുന്നത് സംബന്ധിച്ച പുതിയ അറിയിപ്പുകൾ രാവിലെ പുറത്തിറക്കി. പഞ്ചാബിൽ വ്യാജ മദ്യദുരന്തത്തിൽ 14 പേർ മരിച്ചു. 6 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമൃത്സറിലെ മജിട്ട മണ്ഡലത്തിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. 5 ഗ്രാമങ്ങളിലുള്ളവരാണ് വ്യാജമദ്യം കഴിച്ചത്. മദ്യം വിതരണം ചെയ്തവരെ അറസ്റ്റ് ചെയ്തതായി അമൃത്സർ ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. കടലിൽ വിഷമുള്ള ആൽഗകൾ നിറഞ്ഞതിന് പിന്നാലെ ചത്തൊടുങ്ങിയത് 200-ലേറെ കടൽ ജീവികൾ. ഓസ്ട്രേലിയയിലെ തെക്കൻ തീരമാണ് സ്രാവുകളും നീരാളികളുമടക്കമുള്ള ജീവികൾക്ക് മരണക്കെണിയായി മാറിയിരിക്കുന്നത്. മാർച്ച് മാസം മുതലാണ് മേഖലയിൽ അസാധാരണമായ നിലയിൽ ആൽഗകളുടെ സാന്നിധ്യം കണ്ടു തുടങ്ങിയത്. വിഷമുള്ള ഈ ആൽഗകൾ നിറഞ്ഞതോടെ കടലിനെ അടിത്തട്ടിലുള്ള ജീവികളാണ് ചത്തവയിൽ ഏറെയും. ഇതിൽ തന്നെ 26% മത്സ്യങ്ങൾ സ്രാവുകളാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ഗാസ ക്ഷാമത്തിന്റെ വക്കിലെന്ന് ലോകാരോഗ്യ സംഘടന. ഉപരോധം കാരണം ഭക്ഷണം, മരുന്ന് തുടങ്ങിയ അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സഹായങ്ങൾ ഗാസയിലേക്ക് എത്തുന്നില്ല. 21 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ജനസംഖ്യയും പട്ടിണി നേരിടുകയാണെന്നും ഏകദേശം 5 ലക്ഷത്തോളം പേർ ഇതിനകം തന്നെ വിനാശകരമായ അവസ്ഥയിലാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. കണക്കുകൾ പ്രകാരം ഈ പ്രതിസന്ധി ലോകത്തിലെ ഏറ്റവും മോശമായ പട്ടിണി പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അഭിപ്രായപ്പെട്ടു. 50 ലക്ഷം വില വരുന്ന 1469 റോമൻ വെള്ളി നാണയങ്ങളുടെ ശേഖരം തന്നെ കണ്ടെത്തി യുവാവ്. റൊമാനിയയിൽ നിന്നുള്ള മാരിയസ് മഞ്ചിക്കയാണ് ശനിയാഴ്ച ദിവസം ഈ നാണയശേഖരം കണ്ടെത്തിയത്. മെറ്റൽ ഡിറ്റക്ടിംഗ് വലിയ താൽപര്യമുള്ള മാരിയസ് ലെക്റ്റ വെച്ചേരിയിലുള്ള ഒരു ഗ്രാമത്തിലെ വയലിൽ മെറ്റൽ ഡിറ്റക്ടറുമായി പരിശോധന നടത്തവെയാണ് ഈ നാണയശേഖരം കണ്ടെത്തിയത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മലേഷ്യൻ എയർലൈൻസ് വിമാനം 2014 യുക്രൈനിൽ തകർന്നുവീണ് 298 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ റഷ്യയാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ വ്യോമയാന ഏജൻസി. ഓസ്ട്രേലിയയും നെതർലൻഡ്സും ഉന്നയിച്ച വാദങ്ങൾ വസ്തുതാപരമാണെന്നും മോൺട്രിയൽ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ വ്യക്തമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.